നടി ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതോടെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അൻസിബ. ടിനി ടോമിന് എതിരായ പരാതി പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ എന്നാണ് പോലീസിന്റെ നിലപാട്. ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഇത്രയും വലുതാക്കിയത് അൻസിബയാണ് എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അൻസിബയ്ക്ക് എതിരെ ഇന്ന് മാനനഷ്ട കേസ് നൽകും. എന്നാൽ സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ച് അമ്മയ്ക്ക് അവമതിപ്പുണ്ടാക്കി എന്നാണ് ഒരു വിഭാഗം താരങ്ങളുടെ അഭിപ്രായം. ഒരു സമൂഹത്തെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഭയങ്കര കുഴപ്പത്തിലാക്കി ഞങ്ങളുടെ അസോസിയേഷനെ എനിക്കതും ഭയങ്കര വിഷമമാണ്. ഇപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഷോക്കോസ് നോട്ടീസ് വന്നിരിക്കുകയാണ് അമ്മയിൽ നിന്ന് കാരണം കാണിക്കാൻ. ഞങ്ങൾക്കൊന്നും ഇങ്ങനെ മീഡിയയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അമ്മയിൽ നിന്ന് ഷോക്കോസ് നോട്ടീസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ കാരണം കാണിക്കാൻ. എന്തിനാണ് ഇതിനൊക്കെ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ആ കുട്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഫെബ്രുവരി 21 രാജിവെച്ച ഒരാൾ എൻ്റെ പരാതി ജനുവരി 30 തന്നെ തീർപ്പ് കൽപ്പിച്ച് വിട്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം ഇതൊരു വലിയ പ്രശ്നമാക്കി ഒരു ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്, ആളുകളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ഇത് ഇപ്പോൾ ഒരു പുതുതായിട്ട് പൊട്ടിമുളച്ച് എങ്ങനെയാണ് വരുന്നത്? കഴിഞ്ഞ കാര്യം കഴിഞ്ഞതല്ലേ, പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അതിൽ തുടർന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. ഇത് സത്യം പറഞ്ഞാൽ അൻസിബ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും അറിയുന്നത്. ഞാനായിട്ട് ഒരു മനുഷ്യരുടെ അടുത്ത് പറഞ്ഞില്ല. ഇപ്പം എൻ്റെ ലോയർ എന്ന് പറയുന്ന കൃഷ്ണരാജ് സാറ്, അദ്ദേഹം നമ്മുടെ ഫാമിലിയായിട്ട് അത്ര അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ടിനി ചേട്ടൻ, ശ്വേത ചേച്ചി, ഇവരോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം ഉണ്ടെങ്കിൽ ഞാനൊരു പുസ്തകം വായിച്ചാൽ പോലും വിളിച്ചു പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ജോയ് മാത്യു ചേട്ടൻ. അതുപോലെ തന്നെ എന്നെ കുട്ടിക്കാലത്ത് തൊട്ടിട്ട് അറിയുന്ന ആളാണ് നമ്മുടെ ജയൻ ചേട്ടൻ, ചേർത്തലക്കാരനാണല്ലോ ജയൻ ചേട്ടൻ. ഇവരോട് പോലും അവരെൻ്റെ അടുത്ത് ചോദിക്കണം, മോൾ എന്താ ഞങ്ങളടുത്ത് പോലും പറയാൻ? ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. കാരണം ഇത് ഞങ്ങൾക്കിടയിൽ നിൽക്കേണ്ട ഒരു ചെറിയ കാര്യമായിട്ടേ തോന്നിയുള്ളൂ. എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഒരു മനുഷ്യരെ അറിയിക്കാതെ വളരെ ഗോപ്യമായിട്ട് കൊണ്ടുപോയി എൻ്റെ മാനം, അഭിമാനം ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന വിധത്തിൽ എൻ്റെ മകള്, അവളുടെ സ്കൂള് അല്ലേ ദൂരം മോശമാണ്. എൻ്റെ മകൾക്ക് പിന്നെ മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട്, പക്ഷെ മലയാളം അല്ലേ വീട്ടിൽ സംസാരിക്കുന്നത്, കേട്ടാൽ മനസ്സിലാവില്ലേ, ഒക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു നിയമ പോരാട്ടത്തിനായിട്ടും ഒരു മാനനഷ്ടം ആയിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. പ്രതികരണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. പല കമൻറ്റുകൾ ആണ്, പല തരത്തിലുള്ളതാണ്. അൻസിബയ്ക്ക് പറയാനുള്ളത് ഒന്നാണ്, ലക്ഷ്മിപ്രിയയ്ക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്, ടിനി ടോമിന് പറയാനുള്ളത് മറ്റൊന്നാണ്. ഇങ്ങനെ നവമി തീർച്ചയായും. പക്ഷേ ഇതിൽ ആത്യന്തികമായി പോലീസിലേക്ക് പരാതി എത്തുമ്പോൾ പോലീസ് ഇതിന് എത്രത്തോളം ഗൗരവം നൽകുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ ടിനി ടോമിനെതിരായ പരാതിയിൽ പോലും ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനിലേക്ക് പോകേണ്ടതില്ല എന്നാണല്ലോ പോലീസിന് വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളത്. അത് പരിശോധിച്ച എന്നുള്ളതാണ്. അപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ സംഘടനകൾക്കകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ആ സംഘടനയിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒന്നാണ് ഇപ്പോഴത്തെ അമ്മയിലെ പ്രശ്നങ്ങൾ എന്നാണോ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് അത് പരിഹരിക്കാവുന്ന ഒന്ന്, അതിപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ പുറത്തേക്ക് പൊതുസമൂഹത്തിനിടയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒന്നായി മാറി. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നവമി? അഭിലാഷ്, ശരിക്കും പറഞ്ഞാൽ ഇത് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതോ അല്ലെങ്കിൽ പോലീസിന് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടതോ ആയിട്ടുള്ള സംഭവമല്ല, കേസല്ല. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നത്തെയാണ് ഇത് ഇത്രയും പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴച്ച് ഇത് സംഘടനയെ പോലും വളരെ മോശമാകുന്ന രീതിയിലേക്ക് പലരുടെയും നിലപാടുകൾ അല്ലെങ്കിൽ പലരുടെയും പ്രവർത്തികൾ കടന്നിരിക്കുന്നത്. ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം, അതായത് തൃക്കാക്കര ACPനെ അടക്കം നമ്മൾ വിളിച്ച് അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ കടവന്ത്ര പോലീസിനെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഒരാളെക്കുറിച്ച് മറ്റൊരാളോടായി പറഞ്ഞതായി മറ്റൊരാൾ കേട്ടു എന്ന തരത്തിലൊക്കെയാണ്. അതായത് പോലീസിൻ്റെ മുന്നിലേക്ക് ഇതിലെത്തുമ്പോൾ പോലീസിന് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു തെളിവാണ്, അന്വേഷണമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സാക്ഷികളാണ്. അങ്ങനെ പ്രത്യേകിച്ച് സാക്ഷികളില്ല, ഒരാൾ പറഞ്ഞതായിട്ടുള്ള തെളിവില്ല. ഇതെല്ലാം തന്നെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടു, അറിഞ്ഞു എന്നുള്ളത് മാത്രമാണ് അൻസിബ ഈ രണ്ട് സ്റ്റേഷനുകളിലും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അൻസിബയുടെ മൊഴി വിശദമായി കടവന്ത്ര പോലീസ് രേഖപ്പെടുത്തിയത്. തൃക്കാക്കര ACP അൻസിബയെ കേട്ടത്, ലക്ഷ്മിപ്രിയനെ കേട്ടത്, അൻസിബയുടെ പരാതി അനുസരിച്ച് SI രേഷ്മയിൽ നിന്നും മാനസികമായി പീഡനമുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇവരെ എല്ലാം കേട്ടതിനൊടുവിലാണ് ഈ പറയുന്ന പരാതികൾ, അതായത് ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ നൽകിയ പരാതിയിലായിക്കോട്ടെ, അൻസിബ ലക്ഷ്മിപ്രിയയ്ക്കും രേഷ്മയ്ക്കും എതിരെ നൽകിയ പരാതിയിലായിക്കോട്ടെ, ഇതിലൊന്നും കഴമ്പില്ല എന്നൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്ക് തൃക്കാക്കര ACP എത്തിച്ചതും ഈ തെളിവുകളുടെ അഭാവവും. ഇത് പറഞ്ഞു
ഇന്നയാൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പോലീസിന് ഇതിൽ അന്വേഷിക്കാനോ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ നടപടികളിലേക്ക് ശുപാർശ ചെയ്യാനോ നടപടികൾ എടുക്കുവാനോ ഒന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇതിലില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയത്. പക്ഷെ അൻസിബ പറയുന്നത് തന്നെ മാനസികമായി പീഡിപ്പിച്ചു, തന്റെ മൗലിക അവകാശങ്ങളുടെ ലംഘനമായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്നായിരുന്നു. പക്ഷെ പോലീസിന് പോലും 1.5 മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ അൻസിബയെ ഇരുത്തിയതായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളോ ഒന്നും തന്നെ ഇല്ല. ഈ SI രേഷ്മ അടക്കം പറയുന്നത് അത് പറഞ്ഞു തീർത്ത്, അത് 2 വിഭാഗം ആളുകളുടെയും കാര്യങ്ങൾ പറഞ്ഞു, അവർ പറഞ്ഞതെല്ലാം എഴുതിയെടുത്തു, അവരെ തന്നെ കാണിച്ച് ഒപ്പിടിപ്പിച്ച് പറഞ്ഞു വിടുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് അൻസിബ ഉന്നയിക്കുന്ന പോലെ 3 മണിക്കൂർ സ്റ്റേഷനിലേക്ക് ഇരുത്തിയിട്ടില്ല എന്നാണ്. പക്ഷെ അൻസിബയുടെ മറ്റൊരു പരാതിയിൽ പറയുന്നത്, അതായത് കോടതിയിലേക്ക് സമീപിക്കുമ്പോൾ മറ്റൊന്നായി പറയുന്നത് SI രേഷ്മ പുച്ഛത്തോടെ നോക്കിയെന്നാണ്. അതായത് പുച്ഛത്തോടെ താൻ പറയുന്നതെല്ലാം പുച്ഛത്തോടെയാണ് SI രേഷ്മ കേട്ടതെന്നാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഹൻസിബയുടെ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. ലക്ഷ്മിപ്രിയ അടക്കം പറയുന്നുണ്ട്, അതായത് തനിക്ക് ഇത്തരത്തിലൊരു സന്ദേശം ഹൻസിബയുടെ ഭാഗത്ത് നിന്നുമുണ്ടായി, ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു, അതിൻ്റെ കൃത്യത അല്ലെങ്കിൽ എന്താണ് ആ മെസ്സേജ് കൊണ്ട് ഹൻസിബ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചറിയുന്നതിന് വേണ്ടി താനും തൻ്റെ ഭർത്താവും നിരന്തരം ഹൻസിബയുമായി ബന്ധപ്പെടുന്നു. കാണുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഹൻസിബയോട് ചോദിക്കുന്നു. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാതെ തൻ്റെ കുടുംബജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ തന്നെയും തൻ്റെ ഭർത്താവിനെയും മുൾമുനയിൽ നിർത്തുന്ന രീതിയിലേക്ക് അൻസിബയുടെ പല പ്രവർത്തികളും നീങ്ങി. അതുകൊണ്ടാണ് ഒരു പോലീസിനെ സമീപിച്ച് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനൊരു തീർപ്പാക്കുക അല്ലെങ്കിൽ ഇതിനൊരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു തൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇത് വലിയൊരു പരാതിയായി മുന്നോട്ട് വയ്ക്കാനും തനിക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. പക്ഷേ അൻസിബ വീണ്ടും കോടതിയെ സമീപിക്കുകയാണ്. തൻ്റെ മൗലികാവകാശം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിക്കുവാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കടവന്ത്ര പോലീസ്, അതായത് ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ പോലും കടവന്ത്ര പോലീസ് തിടുക്കപ്പെട്ട ഒരു നടപടികളിലേക്ക് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പകരം ഇത് മേലുദ്യോഗസ്ഥരെ ഇക്കാര്യങ്ങൾ അറിയിച്ച് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു തീരുമാനം എടുക്കാമെന്നാണ് ഇപ്പോൾ കടവന്ത്ര പോലീസും അറിയിക്കുന്നത്. എന്തായാലും ഉടനെയൊന്നും അൻസിബയുടെ പരാതിയിൽ ഒരു നടപടിയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ടിനി ടോമിനെ വിളിച്ച് മൊഴിയെടുക്കുമായിരിക്കും. ടിനി ടോമിന് പറയാനുള്ള കാര്യം കൂടി കേട്ടതിന് ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്കൊക്കെ കടക്കുക. ഇനിയിപ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നത് തന്നെയും തൻ്റെ കുടുംബത്തെയും മകളെ അടക്കം പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ മോശമാകുന്ന രീതിയിലേക്ക് അൻസിബയുടെ പരാമർശങ്ങൾ കടന്നു. തനിക്ക് വലിയ രീതിയിൽ മാനനഷ്ടമുണ്ടായി. അതുകൊണ്ട് അൻസിബയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകും. അത് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ലക്ഷ്മിപ്രിയയെ വ്യക്തമാക്കുന്നത്. യെസ്, അമ്മയിൽ വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ ആ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടും? ഇപ്പോഴും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോൾ ഈ പരാതികളുടെ ഉള്ളടക്കം അതിന് എത്രത്തോളം കാമ്പുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. സംഘടനയ്ക്കകത്ത് പറഞ്ഞു തീർക്കാവുന്ന വിഷയം പുറത്ത് പൊതുസമൂഹത്തിനിടയിലേക്ക് വലിച്ചിഴച്ചു എന്ന ആരോപണം അല്ലെങ്കിൽ അഭിപ്രായം സംഘടനയിൽപ്പെട്ട പലർക്കും ഉണ്ട് താനും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.